കണ്ണൂരിലെ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മട്ടന്നൂർ 19 മൈലിലെ നെസ്മ പാലസിൽ നടത്തിയ സൗഹൃദ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു പുത്തൻ അധ്യായം രചിച്ചുകൊണ്ടാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിംസ് ശ്രീചന്ദ് ആശുപത്രി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മികച്ച മെഡിക്കൽ സേവനങ്ങൾ നൽകിവരുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയാണിത്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ല ആരോഗ്യം ലഭ്യമാകണമെന്ന ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. നിരവധി പേർ ചടങ്ങിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. പല ആവശ്യത്തിനും എന്നോട് പറയും, ആ രോഗിക്ക് ഞാൻ ചോദിക്കും, സാർ എത്രയാണ് കുറക്കാൻ പറ്റുക? ഒരാഴ്ച മുന്നേ ഒരു രോഗിനെ കൊണ്ടുപോയി. അപ്പം പറഞ്ഞു, എത്രയാണ് കുറക്കേണ്ടത്? ഞാൻ ചോദിച്ചു, ഞാനാരുമല്ല, ഇത്രയും ചെറിയ എന്നോടാണ് പറയുന്നത്, ഇത്രയും വലിയൊരു മനുഷ്യൻ എത്രയാണ് കുറക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, സാർ അവരുടെ പൈസ ഇല്ല. അപ്പം പറഞ്ഞു, എന്നൊരു പകുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതുമില്ല, എന്നൊരു 50,000 കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് രോഗിയെ സഹായിക്കാം? പക്ഷെ ഇത് നമ്മൾ മുതലെടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും നമ്മുടെ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എല്ലാവരും സഹായിക്കുന്നത് മാത്രമല്ല, ഇപ്പം അർഹതപ്പെട്ട സാറെ മുന്നിൽ കൊണ്ടുപോയാൽ 100% ഒരു കോടിയും കൊടുക്കണ്ട, നമുക്ക് അഭിമാനത്തോടു കൂടി അവരെല്ലാ ചികിത്സയും നടത്താം. ആ രീതിയിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാനും പറ്റും. കിംസ് കേരള ക്ലസ്റ്റർ കോ-ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസിന്റെ നേതൃത്വത്തിലായിരുന്നു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളും കൂടി ഒരു ഭാഗമായി വളരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അത് ഈ പരാമർശങ്ങളാണെങ്കിൽ പോലും പോസിറ്റീവായി ഇട്ടുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്, കിംസ് കെയർ കാർഡ് ഇരിട്ടി നഗരസഭാ കൗൺസിലർ സാജിദ ചൂരിയോട്ട് നൽകി നിർവഹിച്ചു. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമേഖലയെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും രോഗികളുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ ടീച്ചർ ഒരിക്കലും നമ്പർ തന്നു, ഫർഹാനെ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫർഹാനെ കാണുന്നത്. ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ഫോണിൽ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസം കിട്ടും. അപ്പം അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫസീൻ മജീദ, ഇബ്രാഹിം മുണ്ടേരി, കാസിം ഇരിക്കൂർ, ഷുഹൈബ് കൊതേരി, ഡോക്ടർ ടി.പി. ദിൽഷാദ്, ഡോക്ടർ കെ. ടോം ജോസ്, ഡോക്ടർ എ.കെ. ഫയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.